ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800800 800120. പ്രസവവേദന തുടങ്ങിയോ? ഇപ്പൊ വേദന തുടങ്ങിയില്ല. പെട്ടെന്നൊരു വേദന വന്നാലേ നിങ്ങൾ ആരെങ്കിലും ഓടി വരുമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രയൽ അടിച്ചു നോക്കിയതാ. അവളുടെ ഒരു ട്രയല് ഞാന് തിയേറ്ററിന് ഓടി വരുന്നേ അറിയോ എനിക്ക്? ആ അതാ കുഴപ്പം. എന്നീ കട്ടിലേലിരുത്തിയിട്ട് നിങ്ങൾ സിനിമ പോയേക്കല്ലേ? ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്താ സിസ്റ്റർ ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ? നീ ഇപ്പൊ ഒരു തിയേറ്റർ കോമഡി അടിച്ചില്ലേ, അത് ഒരിക്കലും അടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ് ഇത്. അതൊക്കെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കേട്ട് ഭാവി തലമുറയെ നശിക്കാൻ പോകുന്നു. അതെ, ഞാൻ അപ്പുറത്തെ വാർഡിലേക്ക് പോവാണ്, എനിക്ക് എനിമ കൊടുക്കാനുണ്ട്. സിസ്റ്ററെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പോത്തും കൂടി ഉണ്ട്, അതിനെ കൂടി കൊടുക്കോ. രണ്ട് കച്ചവടം ഒരുമിച്ചെടുക്കുമല്ലോ. എനിക്ക് ഇനി കളയാൻ ഇഞ്ചക്ഷൻ ഇല്ല. നീ അനുഭവിക്കണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. സിസ്റ്റർ ഇങ്ങനെ ചൂടാവല്ലേ, ഇതിന്റെ ആദ്യത്തെ പ്രസവമല്ലേ. രണ്ടാമത്തെ പ്രസവമാകുമ്പോ സിസ്റ്റർ കണ്ടോ ഞാൻ കിടക്കും. എന്റെ പൊന്നു മോളെ, ആദ്യം ഈ പടം ഒന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് പോരെ അടുത്ത പടത്തിന്റെ ഓഡിഷൻ. അങ്ങനെയല്ല, അതെ ഇന്നലെ രാത്രി മൊത്തം കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയൊക്കെ ആയിരുന്നേ. അതൊക്കെ ഉണ്ടാവും. ഈ ഗർഭസ്ഥ ശിശു വയറ്റ് കിടക്കുന്ന രണ്ടവസ്ഥയിലാ. അതെങ്ങനെയാ? ആദ്യത്തെ 5 മാസം ആന്റണിനെ പോലെ സൈലന്റ് ആക്കി പാവായിരിക്കും. പിന്നത്തെ 5 മാസമാണ് ബാബു ആന്റണിനെ പോലെ ചവിട്ടും കുത്തും തുടങ്ങുക. അപ്പൊ ഇപ്പൊ ബാബു ആന്റണി ആണല്ലേ? അല്ല, നിന്റെ ഹസ്ബൻഡ് എവിടെ പോയി? അതെ, ഞാൻ ചേട്ടനൊന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാം. ശരി, നല്ല മനുഷ്യനാണല്ലോ. ഓൻ ഇവിടെ നിന്നെ ആക്കിയിട്ട് ഓൻ പോയി. അതെന്താന്നറിയോ സിസ്റ്ററെ, ഇന്നലെ എന്റെ ചേട്ടൻ കിടന്നുറങ്ങിയതേ ആ മരത്തിന് താഴെയാണ്. ചേട്ടന്റെ മേത്താണെങ്കിൽ കാക്ക തൂറി ആകെ അവശതയൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? പിന്നെ നീ ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നുണ്ട് വിചാരിച്ച് ഞാൻ എല്ലാ കാക്കേന്റെ മൂട്ടിൽ കൊണ്ടേ പ്ലാസ്റ്റർ ഒട്ടിക്കാടി. പിന്നെ കാക്കയ്ക്കൊന്നും തൂറണ്ടേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഈ കൂട്ടിരിപ്പാരിക്ക് കിടക്കാൻ വേണ്ടിട്ടേ അവിടെ എന്തെങ്കിലും ഒന്ന് പണിതിട്ടൂടെന്ന്. അത് ഞാൻ തീരുമാനാക്കാം. സിസ്റ്ററെ എനിക്ക് പ്രസവിക്കണ്ട സിസ്റ്ററെ, എനിക്ക് പ്രസവിക്കണ്ട സിസ്റ്ററെ. പ്രസവിക്കാണ്ട് നീ വായക്കൂടെ കക്കിടാനാണോ പ്ലാൻ? എനിക്കിവിടെ കിടക്കാൻ വയ്യേ, എനിക്കിവിടെ കിടക്കാൻ വയ്യേ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടന്നാൽ ഇവിടെ വന്ന് കിടക്കേണ്ട ആവശ്യം ഉണ്ടേനോ? പേടിയായിട്ടും വയ്യ. അമ്മടെ കുഞ്ഞ് പേടിക്കണ്ടാട്ടാ, അമ്മ ഒരു പാട്ട് പാടിത്തരാം. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ മുത്തശ്ശി എന്തെങ്ങനെ ഇവിടെ എത്തിയേ? എങ്ങനെ തോന്നിയടി നിനക്ക് എന്നോട് ഇത് മറച്ചു വെക്കാൻ? എങ്ങനെ മറച്ചു വെച്ചാൽ ഒരു നാൾ ഇത് പുറത്തു വരൂ എന്നുള്ളത് സത്യമാണ്. നിനക്ക് ഗർഭമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വേണോടി? ഞാനറിയാം നീ ഗർഭിണിയാണെന്നറിഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ പോയി. അവിടെ നീ ഇല്ല. ഇറങ്ങിങ്ങട് മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിനെ പേടിയാ, ഞാൻ വരൂല. 99 പ്രസവെടുത്ത ഒരു അന്തസ്സുള്ള വയറ്റാട്ടിയാ ഞാന്. ഈ കിടക്കുന്നത് എന്റെ സെഞ്ചുറിയാ. അങ്ങനെ ഇത് വിട്ടുകളയാൻ ഞാൻ സമ്മതിക്കൂല. ഇറങ്ങിങ്ങട് മുത്തശ്ശി, ഞാൻ ആശുപത്രി കിടന്ന് പ്രസവിച്ചോളാം. എന്റെ പൊന്നു മോളെ, സെഞ്ചുറി അടിക്കുന്നതിന്റെ കഷ്ടപ്പാട് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല. അതെനിക്കും സച്ചിൻ തെണ്ടുൽക്കർ മാത്രമേ അറിയൂ. അതാ ഞാൻ പറയുന്നത്. മുത്തശ്ശി എടുത്തു തരാം. ഇറങ്ങിങ്ങട് മുത്തശ്ശി. അതെന്താന്നറിയോ, മുത്തശ്ശിക്ക് ഇപ്പൊ കണ്ണ് പോലും കാണാൻ പറ്റൂല, എനിക്ക് പേടിയാ. എന്തിനാടി ഒരു വയറ്റാട്ടിക്ക് കണ്ണ്? എനിക്ക് കൈവഴക്കുണ്ടല്ലോ, അതുപോലെ. അല്ല വരെ മുത്തശ്ശി എങ്ങോട്ടാ പോകുന്നേ? ഒരു പ്രസവമാണല്ലേ കിടക്കുന്നത്. ഈ ചാകര കണക്കിനാണ്. ഇതൊരു 100 തികച്ച് ഒരു 150 കൂടെ ഒപ്പിച്ചേ ഞാൻ പോവും. പൊന്നു മുത്തശ്ശി, ഞാൻ അവരുടെ വായിലിരിക്കണ കൊണ്ട് കേക്കല്ലേ, ഇങ്ങോട്ട് വാ. അല്ലല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, എന്റെ മുമ്പിൽ വരുമ്പോ ഇങ്ങനെ മുറുക്കി തൊപ്പി വരരുതെന്ന്. ആരടി മുറിക്കിയത്? ആരടി മുറിക്കിയത്? കണ്ടാലേ എനിക്കറിയാം. നീ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ കരുതി ഓടിപ്പടച്ച് വന്നതാ ഞാൻ. എന്നിട്ട് ചില്ലുള്ള വാതിൽ മുത്തശ്ശി കണ്ടല്ലോ മോളെ. നായി പോലത്തെ സെക്യൂരിറ്റിയോട് പറഞ്ഞില്ല, പട്ടി. നന്നായി കണക്കായി പോയി. അതാ ഞാൻ പറഞ്ഞ ഈ ആസ്പത്രി ഒന്നും കൊള്ളൊന്നുമില്ല. അത് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അനാവശ്യവാട് കിടക്കുന്ന ഒരു ചെക്കൻ അത്യാസന വാർഡ് എന്നും പറഞ്ഞ് എന്നെ മാടി മാടി വിളിക്കുക. ഞാൻ ഓടിച്ചെന്നോന്റെ മുഖത്ത് വെച്ച പ്ലാസ്റ്റിക്കിന്റെ മൂടി പൊക്കിയിട്ട്, എന്തായി മോനെ, എന്താ വേണ്ട? ചേക്കൻ്റെ കണ്ണൊക്കെ ചോന്നു. ഒന്നുമില്ല, ഓന്റെ മുന്നിലെ TV വർക്ക് ചെയ്യുന്നില്ലടി. സിനിമയൊന്നുമില്ല. ഒരു വര, ഒരു ചാട്ട, ഒരു താഴ്ച, വര, ഒരു ചാട്ട, ഒരു താഴ്ച, പിന്നെ അതൊരൊറ്റ വര. എന്റെ ദൈവമേ, ഞാനൊരു കാര്യം മുത്തശ്ശിയാന്നൊന്നും ഞാൻ നോക്കൂലട്ടോ.
ആ നാടോട്ടനുണ്ടായിരുന്നെങ്കിൽ നാട് മൊത്തം നടന്ന് എനിക്ക് ഗർഭം കൊണ്ട് തരുന്നു. മൂപ്പരില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് സ്വയം ഇറങ്ങി വർക്ക് പിടിക്കേണ്ടി വരുന്നത്. കണ്ടോ ദൈവമേ, സ്വന്തം വീട്ടിലെ വർക്ക് പോലും എനിക്ക് കിട്ടുന്നില്ലേ. പോട്ടെ, ഇങ്ങനെ കരയല്ലതി ആൾക്കാരൊക്കെ നോക്കുന്നെന്ന്. അത് പോട്ടെ. എന്നാ നാണുവേട്ടൻ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയോ? എനിക്ക് കേക്കണ്ട പോ. ഒരു കൗണ്ടർ അടിച്ച് കേറ്റാന്ന് വിചാരിക്കൂല. എനിക്ക് കരിക്ക് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ കള്ളും കുടിച്ച് ബോധമില്ലാതെ തെങ്ങാന്ന് കരുതി ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ കയറി ബൾബ് വലിച്ചൂരിയതാ. പിറ്റേന്ന് KSEB നാള് വന്ന് ചാത്ത വവ്വാലാന്നും പറഞ്ഞു തോണ്ടിട്ടപ്പോഴാ ഞാൻ അറിയുന്നത് അതിന്റെ നാടേട്ടനായിരുന്നു. കരയല്ലേ മുത്തശ്ശി. ചിതാഭസ്മം ഹിമാലയത്തിൽ ഒഴുക്കണം എന്നായിരുന്നു എനിക്ക്. എന്റെ മുത്തശ്ശി ഒഴിക്കോ? ഓ, ഹിമാലയത്ത് പോയി കുളുമണാലി പോയി താജ്മഹൽ കണ്ട് പുട്ടുംകുട്ടി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, കുത്തബ് മിനാറാണോ? അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് ഓരോരുത്തർക്ക് ഓരോ പൊതി കൊടുത്തപ്പോ തെക്കേലെ ലതക്കി കൊടുത്ത് മുത്തച്ഛന്റെ ചിതാഭസ്മായി. എന്നിട്ട് എന്താക്കാനാ, ഓൾ അതിനകത്ത് വെണ്ണീരെടുത്ത് 4 ചെരുവോ 3 അണ്ടാവും കഴുകി അടുക്കളപ്പുറത്തെ ചേനേന്റെ ബോട്ടിലേക്ക് ഒരു ഒറ്റ എന്തൊക്കെ പറഞ്ഞാലും മുത്തച്ഛന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. അതെവിടെ? ഏതേന്റെ അടുക്കളപ്പുറത്ത്. അതൊക്കെയാണോ ഇപ്പൊ ഇവിടെ വരുന്ന കാര്യം? ഞാനിപ്പോഴും പറയുന്നത് ഇത് ഞാൻ എടുത്തരാ. ഇറങ്ങിക്കടേ ഞാൻ വരൂല. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശി എടുത്ത് ഏതെങ്കിലും പ്രസവം നന്നായിട്ടുണ്ടോ? ആരെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ? കൊള്ള, ഞാൻ എടുത്ത പ്രസവം പോട്ടെ, ഞാൻ കുളിപ്പിച്ച് എത്ര ആൾക്കാരാ വലിയ നിലയിലെത്തിയെന്നറിയോ? പിന്നെ ഞാൻ എന്നോടായതുകൊണ്ട് ഒരു കാര്യം പറയാം, വേറെ ആരോട് പറയരുത്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുളിപ്പിച്ചത് ആരാ? ഈ ഞാനാ. പണ്ട് നാടുകെട്ട് തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്ന സമയം മോഹൻലാലിനെ കുളിപ്പിക്കാൻ എന്നെ വിളിച്ച്, മോളെ ഈ ആരോടും പറയല്ലേ, മുത്തശ്ശിന്റെ കയ്യിൽ നിന്ന് ഒരു കൈപ്പഴ പറ്റി മോളെ. കൈപ്പഴയാണ് മോഹൻലാലിന്റെ തോളുള്ള ചെരുവ്. എന്റെ പൊന്നു മോള് കേട്ടത് കേട്ട് ഇതെങ്ങാനും ആന്റണി പെരുമ്പാവൂർ അറിഞ്ഞ. മുത്തശ്ശി എന്തോരം തള്ളായി കിടന്ന് തള്ളുന്നേ. ഒരു കാര്യം ചെയ്യ്, മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ എനിക്ക് ഇങ്ങ് തന്നേക്ക്. എന്തിനാ? ഇങ്ങോട്ട് ഓടി വന്നപ്പോ ഒരു ചില്ലിട്ട വാതിലുമ്പോ മുട്ടിന്ന് പറഞ്ഞില്ലേ, അവിടെ ഒട്ടിച്ച് വെക്കാനാ. എന്തിനാ? തള്ളുക എന്ന് എഴുതണ്ടല്ലോ. എന്നോട് തന്നെ പറയടി, നിനക്ക് വേണ്ടി ഒരു പ്രസവ രക്ഷ ഉറപ്പാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് കേറിയത്. അതെന്ത് രക്ഷ മുത്തശ്ശി? എന്റെ മൂത്ത മോനോട് പറഞ്ഞ് നിന്റെ ഭർത്താവിന് 3 കൊല്ലത്തേക്ക് ഗൾഫിൽ ഒരു ജോലി ഞാൻ ഉറപ്പാക്കി. ഒരു രക്ഷയാവുന്നേ. 3 കൊല്ലത്തേക്ക് നിനക്ക് പ്രസവത്തിൽ രക്ഷയല്ലടി അത്. നിനക്ക് അറിഞ്ഞൂടാ എന്താ എനിക്ക് ഇത്ര ഗർഭത്തോട് സ്നേഹം. എന്റെ മൂത്ത മോന് കാനഡ പോണെന്നും അമേരിക്ക പോണെന്നും പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല. എങ്ങും വിടാതെ ഞാൻ വിട്ടത് പെറൂനാ. അത്രയ്ക്ക് ഇഷ്ട എനിക്ക് ഈ പ്രസവത്തിന്. അറിയോ നിനക്ക്? മുത്തശ്ശി എന്തൊക്കെ കഥ ഇവിടെ കിടന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഈ ആശുപത്രി തന്നെ പ്രസവിക്കോളൂ. എന്ത് പറഞ്ഞാലും കാണണല്ലോ. ആരിവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നേ? അല്ല അത് ഞാനാ. നിങ്ങളെയോ? നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും കാരണം കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന 4 പ്രസവം ഇപ്പൊ നടന്നത്. കണ്ടോ? ഒരു വയറ്റാട്ടിന്റെ സാന്നിധ്യം മതിയോടി ഒരു പ്രസവം നടക്കണമെങ്കിൽ ഞങ്ങളുടെ കണ്ണോ കയ്യോ വേണ്ട. അതെ പെണ്ണുമ്പിള്ളേ, നിങ്ങൾ ആരാ? ആരാടി നിന്റെ പെണ്ണും പിള്ള? വയറ്റാട്ടിയാ? എങ്ങനെ മനസ്സിലായി? എന്റെ വയറിന്റെ സൈഡിൽ വന്ന് ആറ്റിയോ മനസ്സിലായി. ആരാ ഇത്? അത് ഞങ്ങളുടെ വകയിലുള്ള ഒരു മുത്തശ്ശി. ഒരു വക തിരിവൂലാന്നേ. എന്റെ പൊന്നു വെള്ളക്കൊക്കെ, വെള്ളക്കൊക്കെ ഞാൻ പറയുന്നത് ഇവളെങ്ങോട്ട് തന്നേക്ക്, ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് പ്രസവിച്ച് കൊണ്ടുവന്നോളാം. അതെ, ഈ കുട്ടിയോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് തള്ളയാ. ഈ തള്ള ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. 2ന് 2 പാത്രത്തിലാക്കാൻ എനിക്ക് അറിയാം. 2 പാത്രത്തിലാക്കി തരുന്നത് പൊറോട്ടയും ബീഫോ? അതല്ല, പ്രസവം ഞാൻ അടിപൊളിയായിട്ട് നടത്തി തരുമെന്ന്. അങ്ങനെയാണെങ്കിലേ എന്റെ ശവത്ത് ചവിട്ടിട്ടേ പറ്റൂല. അതെന്തായാലും നന്നായി. മോർച്ചറിയിലേക്ക് ഒരു ശവം വേണമെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നോക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോഴും പറയുന്നു മോളെ, ഞാനിത് എടുത്തു തരാം. വേണ്ട മുത്തശ്ശി വേണ്ട, എനിക്ക് പേടിയാ മുത്തശ്ശിനെ. ഞാൻ ആശുപത്രി തന്നെ കിടന്ന് പ്രസവിക്കോളൂ. എന്റെ പൊന്നു ദൈവേ, എന്നെ ഒന്ന് സെഞ്ചുറി അടിക്കാൻ ഈ പെണ്ണ് സമ്മതിക്കൂലേ? എന്റെ പൊന്നു മോളെ, എന്നാ പിന്നെ നീ വിചാരിച്ച പോലെ നടക്കട്ടെ. എന്നാ മുത്തശ്ശേരി ഒന്ന് അടുത്തിരുത്ത് എന്റെ സെഞ്ചുറി പോകുന്നതൊന്ന് കാണാനെങ്കിലും എന്നെ. അതാ ഞാൻ പറഞ്ഞ ഇവിടെ കൂട്ടിയിരുന്നു എനിക്ക് വേണ്ടിട്ട്. കൂട്ടിരിക്കാം. എന്റെ കണക്ക് പുറത്തമ്മേ. എന്നാലും നീ എനിക്കിത് തന്നില്ലല്ലോ. 99 ഔട്ട് ആവുന്നതിന്റെ സങ്കടം നിനക്ക് പറഞ്ഞാ മനസ്സിലാക്കി. പിന്നെ
നേരത്തെ പോലെ എന്നെ കളിയാക്കാനല്ലേ ട്രെയിൻ നോക്കല്ലേ. ഞാൻ നിന്റെ കൊച്ചു കളിക്ക് ഇല്ല, എനിക്ക് പണിയുണ്ട് കൊറേ. അയ്യോ, പുലി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പുലി വന്നപ്പോ ആരും ഇല്ലാണ്ടായി പോയല്ലോ. ആര് പറഞ്ഞു മോളെ ആരും ഇല്ലാന്ന്? പ്രസവത്തിലെ പുലിയല്ലേ നിൽക്കുന്നത്, ഇത് ഞാൻ എടുത്തു തരും. കുഴപ്പമില്ല കുഴപ്പമില്ല, അവിടെ കിടക്കും. ഒന്നുമില്ല ഒന്നുമില്ല പൊന്നു മോളെ, ഒന്നുമില്ലടി, ഒന്നുമില്ല. 43 for Sachin Tendulkar. It's one down to national number 1, New Zealand. Congratulations to Sachin Tendulkar. It's been an exhibition. അല്ല, പ്രസവം കഴിഞ്ഞോ? പിന്നെ ഞാൻ അത് അങ്ങോട്ട് എടുത്തു. അമ്മയോ? സുഖായിട്ടിരിക്കുന്നു. എന്നാ കുഞ്ഞു നിങ്ങത്താ ഇപ്പൊ തരേ. ഇതെന്തിനെ പൊക്കി കാണിക്കുന്നേ? സച്ചിനും എങ്ങനെയാ സെഞ്ചുറി അടിച്ചാ ബാറ്റ് നോക്കി കാണിക്കും. അപ്പൊ ഒരു സെഞ്ചുറി അങ്ങോട്ട് ഒപ്പിച്ച്. പിന്നെ അല്ല.